മുന്നണി വിപുലീകരണവുമായി ബന്ധപ്പെട്ട് UDF-ൽ ചില തർക്കങ്ങൾ ഉടലെടുത്തിട്ടുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെ കേരള കോൺഗ്രസ് എമ്മിനെ ക്ഷണിച്ചതിനെ ചൊല്ലിയാണ് UDF-ൽ ഭിന്നാഭിപ്രായമുള്ളത്. ജോസ് കെ മാണിയുടെയും കേരള കോൺഗ്രസ് എമ്മിന്റെയും മുന്നണി പ്രവേശത്തെ തുറന്നെതിർക്കുകയാണ് ജോസഫ് വിഭാഗം. PJ ജോസഫിന്റെയും മോൻസ് ജോസഫിന്റെയും പ്രതികരണങ്ങൾ ഇന്ന് ഈ വിഷയത്തിൽ വന്നിട്ടുണ്ട്. ആ പ്രതികരണങ്ങളിലേക്ക് ആദ്യം. അതവിടെ സീരിയസ് ആയിട്ട് പറഞ്ഞാൽ തോന്നുന്നില്ല. അവരെ കൂടുതൽ വിജയം വരിച്ചിരിക്കുന്നത് അവർ പ്രതികരിക്കുന്നില്ല. ഈ സ്വർണ്ണപ്പാളയം പാളി കൊണ്ടുപോയിട്ട് പോലും അനക്കമില്ല. അവരവിടെ മൂകസാക്ഷികളായി നിൽക്കുന്നു. ഇപ്പം ജോസ് കെ മാണിയുടെ പാർട്ടി ഇതുപോലെ തോറ്റു തുന്നമ്പാടി നിൽക്കുമ്പം അവരുടെ പുറകെ നടക്കേണ്ട ഗതികേട് ഇപ്പോൾ UDF-നുണ്ടോ? ഇപ്പോൾ നടന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഇലക്ഷനിൽ കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി, എറണാകുളം ഉൾപ്പെടെ കേരള കോൺഗ്രസിന്റെ തട്ടകങ്ങളിൽ ഉൾപ്പെടെ UDF-ന് ഉജ്ജ്വലമായ വിജയമുണ്ടാവുകയും ജോസ് കെ മാണിയുടെ പാർട്ടി ദയനീയമായി പരാജയപ്പെടുകയും നിൽക്കുമ്പം പിന്നെ ആ പാർട്ടിയുടെ പ്രസക്തി നഷ്ടപ്പെട്ടിരിക്കുകയല്ലേ? അവർ ഉള്ളതിനേക്കാൾ മെച്ചപ്പെട്ട വിജയം അവരില്ലാത്തപ്പോൾ UDF നേടിക്കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് UDF-നെ ദുർബലപ്പെടുത്തുന്ന സ്റ്റേറ്റ്മെന്റുമായി കോൺഗ്രസ് നേതാക്കന്മാർ ദയവ് ഇത് ഇനി ഇറങ്ങരുതെന്ന് ഞങ്ങൾക്കൊരു അഭ്യർത്ഥനയുണ്ട്. മുന്നണി വിപുലീകരിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെയും മുസ്ലിം ലീഗ് നേതാക്കളുടെയും പ്രതികരണവും ഇന്ന് വന്നിട്ടുണ്ട്. ആ പ്രതികരണങ്ങൾ കൂടി കേൾക്കാം. UDF-ന്റെ അടിത്തറ അടുത്ത തെരഞ്ഞെടുപ്പാകുമ്പോൾ ഒന്നുകൂടി വിപുലീകരിക്കും. അപ്പോൾ കുറേ രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു മുന്നണിക്ക് അപ്പുറത്തുള്ള ഒരുപാട് വിഭാഗം ജനങ്ങളെ എല്ലാം ഉൾക്കൊള്ളാൻ കഴിയുന്ന, നമ്മൾ പറയില്ല ഒപ്പീനിയൻ മേക്കേഴ്സ്, ഇപ്പോഴത്തെ വാക്ക് ഇൻഫ്ലുവൻസേഴ്സ് എന്നാണ്, അവരെല്ലാം ഉൾപ്പെടെയുള്ള ഒരു വലിയ വിശാലമായ ഒരു പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമാണ് UDF. അതിപ്പോൾ ഉള്ള നിലയിൽ നിന്ന് ഒരുപാട് അതിൻ്റെ അടിത്തറ വിപുലീകരിച്ച് കുറേ കൂടെ ശക്തമായി UDF ആയിരിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ആശയപരമായി യോജിക്കുന്നവർ UDF-ആയിട്ട് യോജിക്കണം. അങ്ങനെ UDF-നെ സംബന്ധിച്ചിടത്തോളം അടുത്ത അസംബ്ലി ഇലക്ഷൻ ഒരു 0 റിസ്ക് ആയി മാറും. ഇപ്പം തന്നെ ഭദ്രമാണ്, കൂടുതൽ ഭദ്രമാവും. അതിനുവേണ്ടി ആശയപരമായി യോജിക്കുന്നവർ വരണം എന്നാണ് തങ്ങൾ പറഞ്ഞതിൻ്റെ ചുരുക്കം. അതേസമയം UDF-ലേക്ക് മടങ്ങിപ്പോകില്ല എന്ന നിലപാട് ആവർത്തിക്കുകയാണ് കേരള കോൺഗ്രസ് എം. ടോബി ജോൺസൺ വിശദാംശങ്ങളുമായുണ്ട്. ടോബി, ഇതൊരു വലിയ ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ്. കേരള കോൺഗ്രസ് എമ്മിനെ സ്വാഗതം ചെയ്യുന്ന കോൺഗ്രസിലെ ചില നേതാക്കളുടെ നിലപാട്, അതിൽ കടുത്ത വിയോജിപ്പ് അറിയിച്ചുകൊണ്ട് ജോസഫ് വിഭാഗം രംഗത്തുന്നു. അത് സ്വാഭാവികമായും അവരുടെ ഒരു പ്രതികരണം അത് അങ്ങനെ തന്നെ ഉണ്ടാകാനുള്ള സാധ്യതയുമുള്ളൂ. എന്താണിതിൽ കൂടുതൽ ചർച്ചകളിലേക്ക് പോകാനുള്ള സാധ്യത? എങ്ങനെയാണ് നമ്മൾ അതിനെ എങ്ങനെയാണ് കാണേണ്ടത്? ജോസ് കെ മാണി അതിനെ തള്ളുന്നുണ്ട് എങ്കിൽ പോലും അത്തരം സാധ്യതകൾ നിലനിൽക്കുന്നുണ്ടോ? നിലവിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ ഫലം വന്നതോടുകൂടി UDF-ന് വലിയ നേട്ടമുണ്ടാക്കാൻ സാധിച്ചു. ജോസഫ് വിഭാഗത്തിനും അവരുടെ കരുത്ത് തെളിയിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഈ ഒരു ചർച്ചയിൽ വ്യത്യസ്ത അഭിപ്രായം UDF-നുള്ളിൽ ഉണ്ടായിരിക്കുന്നത്. അതായത് ജോസ് കെ മാണിയെ കൂടെ കൂട്ടണമെന്ന് ചില കോൺഗ്രസ് നേതാക്കളും ലീഗുമൊക്കെ താല്പര്യപ്പെടുന്നുണ്ട്. അതിനുള്ള കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പ് തന്നെയാണ്. തദ്ദേശത്തിൽ വിജയിക്കാൻ സാധിച്ചെങ്കിലും നിയമസഭയിലേക്ക് എത്തുമ്പോൾ ജോസ് കെ മാണിയുടെയും കൂട്ടരുടെയും സാന്നിധ്യമുണ്ടെങ്കിലേ കാര്യമായിട്ടുള്ള ഒരു മെച്ചം മധ്യ കേരളത്തിൽ ഉണ്ടാകൂ എന്നുള്ളൊരു വിലയിരുത്തൽ ചില നേതാക്കൾക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ജോസ് കെ മാണിയെയും കൂട്ടരെയും തിരികെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണങ്ങൾ കോൺഗ്രസ് നേതാക്കളിൽ നിന്നടക്കം ഉണ്ടാകുന്നത്. എന്നാൽ ഇത് ഇപ്പോൾ ചൊടിപ്പിച്ചിരിക്കുന്നത് ജോസഫ് വിഭാഗത്തെയാണ്. ഇത്രയും വലിയ വിജയം നേടിയിട്ടും എന്തിനാണ് ജോസ് കെ മാണിയെയും കൂട്ടരുടെയും പിന്നെ നടന്ന് അവരെ ക്ഷണിക്കുന്നത് എന്നുള്ളൊരു ചോദ്യമാണ്. അത്തരത്തിലുള്ള പരാമർശങ്ങൾ കോൺഗ്രസ് നേതാക്കൾ ഒഴിവാക്കണം. അത് മുന്നണിയുടെ കെട്ടുറപ്പിനെ പോലും ബാധിക്കുമെന്നാണ് മോൻസ് ജോസഫും അതുപോലെ തന്നെ PJ ജോസഫും എല്ലാം പറയുന്നത്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം നേടി, ഉപതെരഞ്ഞെടുപ്പുകളിൽ UDF മികച്ച വിജയം നേടി, ഇപ്പോൾ തദ്ദേശത്തിലും വിജയം നേടി. അതുകൊണ്ട് തന്നെ ജോസ് കെ മാണി വിഭാഗം വിട്ടുപോയത് കാര്യമായിട്ടുള്ള തിരിച്ചടി ഒന്നും തന്നെ UDF-ന് ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ എന്തിനാണ് അവരുടെ പിന്നാലെ പോകുന്നത് എന്നൊരു ചോദ്യമാണ് മുന്നോട്ട് വെക്കുന്നത്. ജോസഫ് വിഭാഗത്തിന് ഇക്കാര്യത്തിൽ കടുത്ത അതൃപ്തി തന്നെയുണ്ട്. അവരത് പരസ്യമായി ഇപ്പോൾ പറയുകയും ചെയ്യുന്നു. നേരെ മറിച്ച് മറ്റൊരു വശത്തേക്ക് വരികയാണെങ്കിൽ ലീഗ് അടക്കമുള്ളവർ മുന്നണി വിപുലീകരണം വേണമെന്നുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. നമുക്കറിയാവുന്ന പോലെ KM മാണിയുമൊക്കെയായി വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നു കുഞ്ഞാലിക്കുട്ടിക്ക്. അതുകൊണ്ട് തന്നെ ആ വഴിയിൽ ചില ചർച്ചകൾ നടക്കുന്നുണ്ടെന്ന് നേരത്തെ തന്നെ വാർത്തകൾ പ്രചരിച്ചതാണ്. ഒപ്പം തന്നെ മാണി കാപ്പനടക്കം അതാണ് ഇപ്പോൾ UDF-ൽ ഒരു ഭിന്ന അഭിപ്രായം രൂപപ്പെട്ടിരിക്കുന്ന സാഹചര്യം. അതിന്റെ വിവരങ്ങളാണ് ടോബി ജോൺസൺ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.